എന്നെ കേറി പിടിക്കാൻ വന്നു. ഞാൻ കിടക്കാണ്. അപ്പൊ പെട്ടെന്ന് കിടന്നിട്ട് അങ്ങോട്ട് എന്റെ വയറിലങ്ങ് പിടിക്കാൻ വേണ്ടിയിരുന്നു. 2:30 വരെ 10 മണി മുതൽ ഉറങ്ങുമായിരുന്നു ആള്. ഏകദേശം 2:30 ആയപ്പോ ആള് എണീച്ചു. അതിനുശേഷം ആള് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടായിരിക്കും, നമ്മുടെ വ്ളോഗർ അരുണിമയാണ്. ലോകത്ത് എല്ലായിടത്തും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. ആ ഒരു ധൈര്യത്തെ നമുക്ക് സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം. അങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്ന ഏതെങ്കിലും നമ്മുടെ മലയാളികൾ, അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന മലയാളികൾ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഇവരൊരു രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരിട്ട് കാണാത്ത, ഇവർ വീഡിയോയിൽ പലപ്പോഴും ഇല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഇവരുണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ പറയും. ഇപ്പൊ ഏറ്റവും പുതിയ കേസ് വന്നിരിക്കുന്നത് ഗോട്ടിമാലയാണ്. അപ്പോൾ ആൾ നിൽക്കുന്നത് ഒരു ആഫ്രിക്കൻ കൺട്രീസ് ആണ് എനിക്ക് തോന്നുന്നത്. ഗോട്ടിമാലയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനെ നൊമാഡുകളെ പോലെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലുമൊക്കെ വണ്ടിയിലൊക്കെ കയറി കൂടിയിട്ടാണ് പോകുന്നത്. ഫ്രീ ആയിട്ട് എവിടേക്ക് വേറെ സ്ഥലത്തേക്ക് എത്തുക, അവിടെ എവിടെയൊക്കെ ടെന്റ് അടിച്ച് എടുക്കുക. ഒപ്പം തന്നെ അവിടെ ഫ്രീ ആയിട്ട് ആരെങ്കിലൊക്കെ അവരുടെ വീടൊക്കെ ഒരു റൂമൊക്കെ തരികയാണെങ്കിൽ അവിടെ പോയി കിടന്നുറങ്ങുക. അങ്ങനെ വളരെ ഫ്രീ ആയിട്ട് എങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിക്കാം. ഇപ്പൊ തന്നെ 14 രാജ്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് യാത്ര ചെയ്ത് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എന്തൊക്കെയാലും ഇപ്പൊ സംഭവിക്കുന്ന ഒരു ലക്ഷ്യം എന്താണ്, ഇനിയിപ്പോ വീഡിയോ കണ്ടന്റിന്റെ പ്രശ്നം എന്നറിയില്ല. ഇവരെ ഇപ്പോ ഒരു പുതിയ വീഡിയോ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. കണ്ടന്റിന്റെ ആ ഒരു പേര് തന്നെ അവർ എഴുതിച്ച് ഇങ്ങനെയാണ്: ലോറി ഡ്രൈവർ എന്നോട് മോശമായി പെരുമാറി, ഗോട്ടമാല അവിടുന്ന് രക്ഷപ്പെട്ടോടി, എന്റെ ഗോപ്ര കേട് വന്നു, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഏകദേശം ഇപ്പൊ തന്നെ ഒരു 87,000 ഒക്കെ വ്യൂ വന്നിട്ട് ബാക്ക് ബെഞ്ചർ അരുണിമ എന്ന് പറഞ്ഞ ഇവരുടെ ബാക്ക് പാക്കർ അരുണിമയുടെ വീട് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ പറയുന്നത്, ഇവർ ലോറിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ഒരു നട്ടപ്പാതിരി വരെ ഇവർ ഉറങ്ങാതിരിക്കുകയായിരുന്നു. ലോറി ഡ്രൈവർ ഉറങ്ങിയിരുന്നു. ഒരു 2 മണിയായപ്പോൾ യാത്ര തുടങ്ങി. അപ്പോൾ ഇവര് ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി, ഉറക്കക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയി. അപ്പോൾ വണ്ടി എവിടെയോ നിർത്തിയിട്ടിട്ട് ഈ പെൺകുട്ടിയെ കയറി പിടിക്കാൻ വന്ന് വയറ്റിലൊക്കെ പിടിക്കാൻ തുടങ്ങി എന്നാണ് ഇവള് പറയുന്നത്. ഇന്നലെ കാര്യം ഒന്ന് കേട്ടോക്കാം. ഇയാൾ എന്നെ കേറി പിടിക്കാൻ വന്നു. ഞാൻ കിടക്കാണ്. അപ്പൊ പെട്ടെന്ന് കിടന്നിട്ട് അങ്ങോട്ട് എന്റെ വയറിലങ്ങ് പിടിക്കാൻ വേണ്ടിയിരുന്നു. 2:30 വരെ 10 മണി മുതൽ ഉറങ്ങുമായിരുന്നു ആള്. ഏകദേശം 2:30 ആയപ്പോ ആള് എണീച്ചു. അതിനുശേഷം ആള് വണ്ടി പയ്യെടുത്ത് ഓടിക്കാൻ തുടങ്ങി. ഇവിടെ തണുപ്പ് ക്ലൈമറ്റ് ആവുന്നുണ്ട്, മൂക്കൊക്കെ താവുന്നു, പനി വരുന്ന പോലെ ഒരു ഫീല്. 2:30 ആയപ്പോ ഞാൻ കിടന്നു. 2:30 ആയപ്പോ ഞാൻ കിടന്നതിന് ശേഷം പിന്നെ വണ്ടി എടുത്ത ആള് ഓടിച്ചു. കുറെ നേരം കഴിഞ്ഞപ്പോ ഞാൻ എന്റെ കണ്ണൊന്ന് അടഞ്ഞു പോയായിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടുണ്ടായി. ആദ്യമൊക്കെ ഞാൻ ഉറങ്ങിയില്ല, എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ആള് നല്ല ഒച്ചയില് പാട്ടൊക്കെ വെച്ചേക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ അപ്പോ ഞാൻ പിന്നെ അതിനുശേഷം ഇടയ്ക്ക് വെച്ച് ഉറങ്ങിപ്പോയപ്പോ ഇയാൾ എന്നെ കേറി പിടിക്കാൻ വന്നു. ഞാൻ കിടക്കാണ്. അപ്പൊ പെട്ടെന്ന് കിടന്നിട്ട് അങ്ങോട്ട് എന്റെ വയറിലങ്ങ് പിടിക്കാൻ വന്നു. അത് ഞാൻ പെട്ടെന്ന് ഉറക്കത്തിലാണ്. ഉറക്കത്തിനിടയില് ഭയങ്കരമായിട്ട് പെട്ടെന്ന് പാനിക്കായി. ഒരു സമയം 4 മണി സമയത്ത്. എന്നിട്ട് ഞാൻ ചാടി എണീച്ച്. എന്തായാലും ബാക്ക് പാക്ക് അറിയുമ്പോൾ ചുമ്മാ വെറുതെ അങ്ങോട്ട് ഒരു സേഫ്റ്റി മെഷേഴ്സ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഇവർ പറയുന്നത് കിടന്നുറങ്ങുമ്പോൾ വളരെ പെട്ടെന്ന് പാനിക്കായി, എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, ഫോൺ ഓൺ ചെയ്യാൻ കഴിഞ്ഞില്ല, ഗോപ്രോ ഓൺ ചെയ്യാൻ കഴിഞ്ഞില്ല, ഇവരുടെ കയ്യിൽ എപ്പോഴും ആ ഒരു പെപ്പർ സ്പ്രേ ഒക്കെ ഉണ്ട്, അത് ഉപയോഗിക്കാനൊന്നും കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചാടി എണീച്ച അപ്പൊ തന്നെ എന്റെ പെപ്പർ സ്പ്രേ ഒക്കെ ഉണ്ട്. പക്ഷെ എന്റെ ബാഗും കണ്ടില്ലേ, ഈ ബാഗും ഈ വാട്ടർ ബോട്ടിൽ ഇല്ലായിരുന്നു. വെള്ളം ഞാനിപ്പോ മേടിച്ചതാ. ഈ ബാഗും സ്ലീപ്പിംഗ് ബാഗും സെപ്പറേറ്റ് കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഉറക്കത്തിലും കൂടെ ആയതുകൊണ്ട് ഭയങ്കര പാനിക്കായി. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പെപ്പർ സ്പ്രേ അടിക്കാനോ ഒന്നും പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഒന്നും അറിയാത്ത പോലെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി. ട്രക്കിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ആ ട്രക്ക് ആ ഒരു ലൈറ്റിന്റെ അപ്പുറയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം ചുറ്റും നോക്കിയിട്ടാണ് തീരുമാനിച്ച പെപ്പർ സ്പ്രേ അടിക്കണ്ടെന്നുള്ളത്. കാരണം ബാഗ് എടുക്കാനുള്ള സമയം ഇവര് ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ പാനിക് ആയിട്ടുള്ള, ഒരു പക്ഷെ സാധാരണ ഒരു കേരളത്തിൽ പെൺകുട്ടിയാണെങ്കിൽ ആ ഒരു നിമിഷത്തിൽ ആകെ തകർന്നു പോയേക്കുന്ന ഒരു അവസരത്തിലൂടെ ഈ പെൺകുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതവർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ രക്ഷപ്പെട്ടവർക്ക് വീണ്ടും യാത്ര ചെയ്യാനുള്ള ഒരു മനസ്ഥൈര്യം ഉണ്ടെങ്കിൽ, ഇവരൊരു പ്രത്യേക ശക്തിയുള്ള, ഒരു പ്രത്യേക മനസ്ഥൈര്യമുള്ള, അപാരമായിട്ടുള്ള മനക്കെട്ടിലുള്ള ഒരു പെൺകുട്ടിയാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. ഒരു സംശയം നമുക്ക് സമ്മതിക്കണം. ഹാറ്റ്സ് ഓഫ് യു അരുണിമ, ഒരു രക്ഷയില്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഒരു ലക്ഷ്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പലപ്പോഴും യാത്രയൊക്കെ
ഇവർക്ക് ഇത്തരം മോശം അനുഭവം ഉണ്ടാവുന്ന രാത്രികളാണ്. നമുക്കറിയാം നമ്മുടെ ലോകം അത്ര വലിയ ഒരു നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ പെണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ കിട്ടുന്ന സാധനം മാത്രമാണെന്ന രീതിയിലേക്കൊക്കെ ആളുകളൊക്കെ ഇപ്പോഴും ചിന്തിക്കുകയും അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഉപദ്രവിക്കാനുള്ള ശ്രമത്തിലേക്കൊക്കെ ആളുകൾ എത്തുന്നുണ്ട്. ഇപ്പോഴും മാറ്റിയിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ മാറിയിട്ടൊന്നുമില്ല ലോകം അങ്ങനെ. അത് ഏത് രാജ്യമായാലും ഈവൻ കേരളത്തിലാണെങ്കിൽ അത് കുറച്ച് കൂടിയിട്ടുണ്ടെന്നല്ലാതെ ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്നതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അത് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് അരുണുമായി ഇങ്ങനെ പലപ്പോഴും ഒട്ടും സേഫ് അല്ല എന്ന് തോന്നുന്ന സമയത്ത് പോലും യാത്ര ചെയ്യുന്നത്? ഇവർ പറയുന്നുണ്ട് ഇനി ഈ വീഡിയോയില്, ഞാൻ ഇനി എൻ്റെ യാത്രകളെല്ലാം വളരെ സേഫ് ആയിട്ട് മാത്രം നോക്കുകയുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഇവർ കൈ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപരിചിതരായിട്ടുള്ള ഒട്ടും പരിചയമില്ലാത്ത ആളുകൾക്ക് കൈ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അതിൽ വണ്ടിയിൽ കയറിയിട്ട് ഇനിയും 10-25 കിലോമീറ്റർ പോകാണ്ട് അതിനുവേണ്ടിയായിട്ട് ഇപ്പം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ തന്നെ ആ കാര്യം പറയുന്നുണ്ട്, ഞാൻ സേഫായിട്ട് യാത്ര ചെയ്യുള്ളൂ എന്ന്. അതേസമയം തന്നെ ഒട്ടും സേഫ് അല്ലാത്ത വളരെയധികം അപരിചിതരായിട്ടുള്ള ആളുകളെ ഒപ്പം യാത്ര ചെയ്യാൻ ഇവർ ശ്രമം അതേ സമയത്ത് തന്നെ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും. പിന്നെ ചുറ്റും ആൾക്കാരും ഇല്ല, അപ്പൊ അതുകൊണ്ട് കണ്ടില്ലേ? അപ്പോ ഞാൻ എന്നിട്ട് പിന്നെ ട്രക്കിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഈ ഒരു പെട്രോൾ പമ്പിലേക്ക് വന്ന് ഇവിടെ എത്തിയിട്ടാണ്. പിന്നെ എന്റെ വെള്ളമൊന്നും ഇല്ലായിരുന്നു, ഇന്നലെ നൈറ്റ് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. എന്നിട്ടാണ് ഞാന് ഇത് എന്താ പറയാ വെള്ളം ഞാന് കുടിച്ചത്. ഇപ്പൊ അതാണ് ഇപ്പോ എന്താ പറയാ, ഇങ്ങനെയുള്ള സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ യൂഷ്വലി ഞാൻ നൈറ്റ് ട്രാവൽ ചെയ്യില്ല. ഇനി ട്രാവൽ ചെയ്യാനായിട്ട് തന്നെ ഭയങ്കര ട്രസ്റ്റി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര വിശ്വാസമുള്ള ഒരാളുടെ കൂടെ ഞാൻ പോവാറ്. അങ്ങനെ തോന്നിയ ആൾക്കാരുടെ ഇത് എന്ന് പറയുമ്പോ ഞാന് എന്റെ ഗോപ്ര കേട് വന്നത് കൊണ്ട് എന്തായാലും അത് നേരെയാക്കണം. അപ്പൊ എനിക്ക് അങ്ങനെ 400 കിലോമീറ്റർ ഞാൻ ലിസ്റ്റ് അടിച്ചാണ് ഞാനിപ്പോ എന്താ പറയാ ഗോത്രമല സിറ്റി എത്താൻ പോകുന്നത്. ഗോത്രമല സിറ്റിയിലേക്ക് ഇനി ഒരു 23 കിലോമീറ്ററും കൂടി ഉണ്ട്. ഇപ്പൊ സമയം 5 മണിയായിട്ടുണ്ട്. കുറെ നേരമായിട്ട് ഞാൻ ഇവിടെ തന്നെ പെട്രോൾ പമ്പിൽ ഇരിക്കുവായിരുന്നു. എനിക്ക് വയ്യായിരുന്നു, ആകെ ടയർഡായി ഉറക്കും. എന്തായാലും ഇവരെ കഥ ഇതാണ്. കഥയുടെ ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർക്ക് ഒരുപക്ഷെ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഗതികൾ തന്നെ അവർ പലപ്പോഴും അവരുടെ തമ്പനിയിൽ വെക്കാറുണ്ട്. അവർ ആ മൂക്ക് ഇങ്ങനെ അമർത്തുന്ന ഒരു സംഗതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുക അവർക്ക് എന്തോ സംഭവിച്ചു എന്നതാണ്. പക്ഷെ അത് ഈ എന്താ പറയാ തണുപ്പായതുകൊണ്ട് എന്തോ ജലദോഷം മറ്റൊക്കെ വരുന്നതിനെ കൊണ്ടാണ് അവർ മൂക്കിനെ അമർത്തി പിടിക്കുന്നത്. വളരെ പാനിക്കായിട്ട് മുഖഭാവം കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ലോറി ഡ്രൈവർ എന്നോട് മോശമായി പെരുമാറിയെന്ന് പറയുന്നുണ്ട്. ഇത് ഒരു പക്ഷേ റിവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണോ, ഇങ്ങനത്തെ ഒരു തമ്പനയിൽ ഇട്ടതാണോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതവിടെ സംഭവിച്ചെന്ന് അവർ പറയുന്നുള്ളൂ. അതിന് വലിയ തെളിവുകളോ ഒന്നും നമ്മൾ ഉപയോഗിക്കില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കേട്ടോ. ഈ അടുത്ത സമയത്ത് അവരങ്ങനെ ഏതൊരു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നീട് ആ വീട്ടുകാരൻ കാര്യം പറഞ്ഞപ്പെടുമ്പോൾ മനസ്സിലായത് ഇറക്കി വിട്ടിട്ടൊന്നുമില്ല, 2 ദിവസം കഴിഞ്ഞാൽ വേറെ വീട് നോക്കണം കേട്ടോ എന്ന് മാന്യന്മാരേക്ക് പറയാൻ പോയതാ. പക്ഷെ അപ്പോഴത്തേക്ക് ഇവരങ്ങോട്ട് ഷൗട്ട് ചെയ്ത് ആകെ കോളാക്കി ഉണ്ടായത്. എന്തായാലും സംഗതി ഇതൊക്കെയാണ്. ഇതിന്റെ ഇപ്പോഴും എൻ്റെ ഒരു വലിയ കൺഫ്യൂഷൻ ഡൗട്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി സേഫ് ആയിട്ട് മാത്രം നമുക്ക് യാത്രയെ തിരഞ്ഞെടുത്തിട്ടു എന്നതാണ്. ഈ രാത്രികളിൽ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇതൊട്ട് സേഫ് അല്ല, ഇനിയാനും വളരെ വിശ്വാസം തോന്നുന്ന ആൾക്കാരോടൊപ്പം മാത്രമേ യാത്ര ചെയ്യുന്നുള്ളൂ എന്ന്. അങ്ങനെ വിശ്വാസം തോന്നിയിട്ടല്ല ഇപ്പൊ ആ ബസ്സിൽ കയറി ആ ലോറിയിൽ കയറി കുത്തിരുന്നേ. എന്തൊക്കെയായാലും സേഫായിട്ട് യാത്ര ചെയ്യുക എന്നല്ലാതെ വേറെ ഒന്നും പറയാല്ലേ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കണകുണവടി വർത്തനം പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടൊക്കെയാണ്. അപ്പൊ ബൈ.